ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കുറേ ഓൾട്ട് കോയിൻ എല്ലാം താഴെ നിന്ന് വാങ്ങി ഡിപ്പിൽ നിന്ന് വാങ്ങി ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എല്ലാവരും ഒരു ബുൾ മാർക്കറ്റ് ഉടൻ തന്നെ എക്സ്പെക്ട് ചെയ്തു 1-2 മാസത്തിനുള്ളിൽ ബുൾ മാർക്കറ്റ് വരും എന്നുള്ള രീതിയിൽ എക്സ്പെക്ടേഷനിലാരും ഇരിക്കുന്നുണ്ടാവുക. അതിന് കാരണം മേ ബി നമ്മൾ മുൻപത്തെ ബിറ്റ് കോയിൻ ഹാവിങ്ങിന് ശേഷമുള്ള സൈക്കിളൊക്കെ ഒന്ന് നോക്കിയിട്ടോ ആ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ എന്നെപ്പോലെ എന്ന് പറയാൻ പറ്റില്ല, നമ്മളെക്കാളും കുറച്ചുകൂടി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ പറയും പെട്ടെന്ന് തുടങ്ങും BTC ബുൾ മാർക്കറ്റ് ഇപ്പോൾ തുടങ്ങും, അപ്പോൾ നാളെ തുടങ്ങും എന്നൊക്കെ പറയുമ്പം ആ ഒരു രീതിയിലൊക്കെ കൂടി കേട്ടിട്ടാണ്. ഈവൻ ദോ നമുക്കറിയാം അത് ചിലപ്പോൾ ശരിയാവില്ല, എന്നാലും നമുക്ക് അങ്ങനത്തെ കേൾക്കാനാണ് ആഗ്രഹം. കാരണം നമ്മൾ വിചാരിക്കുന്നത് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അവരോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം നമുക്ക് ഓക്കെ നമ്മുടെ മൈൻഡിലൊക്കെ BTC ഇപ്പോൾ തുടങ്ങല്ല, ഹാവിങ് ഇപ്പോൾ തുടങ്ങല്ല, ഹാവിങ് അല്ല ഓൾഡ് സീസൺ ഇപ്പോൾ തുടങ്ങും എന്നുള്ള രീതിയിൽ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ അപ്പുറത്ത് ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മൾ കൂടുതൽ കൺവിൻസ് ആവുകയാണ്. നമ്മുടെ ആ മനസ്സിലുള്ള പോസിറ്റീവ് അഫർമേഷൻ കൂടുതൽ നമുക്ക് മറ്റുള്ളവരും കൂടി കിട്ടുമ്പോൾ നമ്മൾ അതന്നെ ആയിരിക്കും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അങ്ങനത്തെ ഒരാളിനെയായിരുന്നു. ഞാനും നമ്മുടെ ചാനലിൽ പെട്ടെന്ന് തുടങ്ങുന്ന രീതിയിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എങ്ങനെ ഇരുന്നാലും ഞാൻ ഈ ട്വിറ്ററിനകത്തും മറ്റേ ന്യൂസും അങ്ങനെയൊക്കെ നോക്കിയപ്പം കുറേ ആൾക്കാർ ഇതിന് എഗെയിൻസ്റ്റ് പറയുന്നുണ്ട്. കാരണം ഈ വർഷം ബുൾ മാർക്കറ്റ് തുടങ്ങില്ല, ബുൾ മാർക്കറ്റ് ഉണ്ടാവും പക്ഷെ അത് ഈ വർഷം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരത് പറയാൻ അവരുടേതായ അനാലിസിസ് ആണ് കാരണം. സോ അതൊന്ന് കുറച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനാലിസിസ് കിട്ടിയിരുന്നു. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസം BTC ബുൾ മാർക്കറ്റ് തുടങ്ങട്ടെ എന്നുള്ള രീതി തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു നെഗറ്റീവ് എന്തുകൊണ്ട് ഇപ്പോൾ തുടങ്ങില്ല എന്ന് പറയുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് കൂടി അവർ പറയുന്നുണ്ട്. സോ അതാണ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത്. മേ ബി അതുകൊണ്ട് ഡിലേ ആവാം, അതിപ്പോൾ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. BTC ഒരിക്കലും പ്രഡിക്റ്റഡ് അല്ലാത്ത മാർക്കറ്റാണ് അറിയാൻ ക്രിപ്റ്റോ. അപ്പം തീർച്ചയായിട്ടും അത് എന്താണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ മറക്കാതിരിക്കും കുറച്ച് പോയിന്റ്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ടോക്കൺസ് മാർക്കറ്റിനകത്ത് ഇറങ്ങുന്നത്. നമുക്കറിയാം ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടോക്കൺസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഒരു മെയ്യിൻ്റെ കണക്ക് പ്രകാരം ഏകദേശം 1 മില്യൺ ടോക്കണാണ് പുതുതായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അത് ചില ചെറിയ ടോക്കൺസ്, ഒന്നിനും കൊള്ളാത്ത ടോക്കൺസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇത് എത്തീരിയം ചെയിനിനെക്കാട്ടിലും കൂടുതലാണ്. എത്തീരിയത്തിന് ഇറങ്ങിനെക്കാട്ടിലും മറ്റുള്ള ചെയിനിലാണ്. അതിൽ സൊലാന ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. സോ ബേസ് ചെയിൻ, ആർബിട്രം അങ്ങനെ പല പല ചെയിനിലൊക്കെ കൂടി ചേർത്തിട്ട് ഈവൻ സൊലാനയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 മില്യൺ പ്ലസ് ടോക്കൺസ് അപ്രോക്സിമേറ്റ്ലി പറയുകയാണെന്ന് വെച്ചാൽ അത്രത്തോളം ടോക്കൺസ് ആണ് ഒരു 1-2 മാസം കൊണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതുവരെ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ആയിട്ടില്ല, അതിന് മുമ്പ് ഇറങ്ങിയിരിക്കുന്നത്. സോ അത് എങ്ങനെയാണ് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഒരുപാട് ഓപ്ഷൻസ് ആണ് ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം പുതിയ പുതിയ ക്വിക്ക് റിച്ച് സ്കീമും പമ്പ് ആൻഡ് ഡംപ് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ വലിയ വലിയ ഓൾട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി ഇവർ ഈ ചെറിയ ചെറിയ ടോക്കൺസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഓൾട്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓൾട്ട് ആ രീതിയിലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത്. സോ അത് കുറച്ച് ഫെയർ പോയിന്റ് ആയിട്ട് തോന്നി. കാരണം നമുക്കും ഈ ഡെക്ക് സ്ക്രീനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3 ഷെയർ ഇപ്പോൾ കറന്റ് തീരത്തിൽ ഉണ്ടാവുന്നതിനേക്കാൾ 3 ടൈംസ് ബിഗർ എന്നാണ് പറയുന്നത്. ഇവിടെ റേറ്റ് ഓഫ് ലോഞ്ചിങ് ന്യൂ ടോക്കൺസ് ഇൻക്ലൂഡിംഗ് മീം ടോക്കൺ ഈസ് 3 ടൈംസ് ബിഗർ ദാൻ ദ എമൗണ്ട് ഓഫ് ഓൾ ക്രിയേറ്റഡ് ടോക്കൺസ് ഓൺ എത്തീരിയം എന്നാണ് പറയുന്നത്. സോ നമുക്കത് ഡെക്ക് സ്ക്രീനർ എന്ന് പറഞ്ഞ ആപ്പിനകത്തൊക്കെ നോക്കിയാൽ നമ്മൾ മുമ്പ് ഈ വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഇവിടെ എവിടെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മീം ടോക്കൺസ് ഇനി മിസ്സാവില്ല, അവന് ഡെക്ക് സ്ക്രീൻ എത്താവും. അതിനകത്ത് നിങ്ങൾ ഒരു മണിക്കൂറിൽ നോക്കിയാൽ തന്നെ 10-12 ടോക്കണൊക്കെ ലോഞ്ച് ചെയ്യുന്നത് കാണാം. സോ അങ്ങനെ വരുമ്പം ഫണ്ട് ഡൈവേഴ്സ് ആയി പോവുകയാണ്. അപ്പം ഒരു പെർട്ടിക്കുലർ ടോക്കണിലേക്ക് വരുന്നു, ആ രീതിയിലൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. സോ അതാണ് ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്. പിന്നെന്ന് പറയണത് സ്ട്രക്ചർ. അത് പറയണ ഫെമിലിയർ സ്ട്രക്ചർ എന്നുള്ളത് നമ്മളെപ്പോഴും നമ്മൾ പലരും ബിറ്റ് കോയിൻ ഇപ്പം തുടങ്ങും, ബുൾ മാർക്കറ്റ് തുടങ്ങും എന്നുള്ളത് നമ്മുടെ മുൻപത്തെ സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കും. അതായത് BTC ഹാവിങ് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ BTC പമ്പ് ആവുന്നു, അതിനുശേഷം എത്തീരിയം പമ്പ് ആവുന്നു, അതിനുശേഷം മിഡ് ക്യാപ്സ് അല്ല ഹൈ ക്യാപ്സ് അല്ലെങ്കിൽ മിഡ് ക്യാപ്സോ അങ്ങനത്തെ ടോക്കൺസ് ഒക്കെ പമ്പ് ആവുന്നു. ഈ ബുൾ മാർക്കറ്റിലേക്ക് അവസാനം കൂടുതൽ ആൾക്കാരിലേക്ക് വരുമ്പോഴേക്കും ഈ മീം ടോക്കൺസ് ഒക്കെ പമ്പ് ആവുന്നു. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ ഷിബായിനൊക്കെ ഭയങ്കരമായിട്ട് പമ്പായി തുടങ്ങിയപ്പോൾ മീം ടോക്കൺസ് കാറ്റഗറിയിലാണ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തു, പൈസ ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഒന്നും കൂടി പമ്പായി, കുറച്ചും കൂടി റാലി വന്നു, പിന്നെ ഡമ്പാണ് നമ്മൾ കണ്ടത്. സോ ആ രീതിയിലായിരിക്കും മീം കാറ്റഗറീസ് ലാസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ നടക്കണമെന്ന് വെച്ചാൽ ഇത്രയും ടോക്കൺസ് ലോഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ചെയിൻസ് അവൈലബിൾ ഉള്ളതുകൊണ്ട് തന്നെ BTCക്ക് ശേഷം ഈവൻ എത്തീരിയം പമ്പ് ആവാനുള്ള ഫണ്ട് പോലും ഇല്ലാണ്ട് ഈ മീം ടോക്കൺസ് കാറ്റഗറിയിലേക്കാണ് കൂടുതൽ ഫണ്ട് പോകുന്നത്. സോ അവിടെ തന്നെ നമ്മുടെ പഴയ സൈക്കിള് മുൻപ് എന്തൊക്കെ പാറ്റേൺ ആണോ ഫോളോ ചെയ്തിരുന്നത് അത് ഇപ്പം ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊരു അനാലിസിസ് ഞാൻ കണ്ടിരുന്നു. അത് ഏറെക്കുറെ ശരിയായിരിക്കാം. ഇപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ഹാംസ്റ്റർ പോലുള്ള, അതിപ്പോൾ മീം ടോക്കൺ ആണോ എയർ ഡ്രോപ്പ് ആണോ എന്തെന്നായാലും സോ അങ്ങനത്തെ കൈൻഡ് ഓഫ് ടോക്കൺസിനാണ് കൂടുതൽ ആൾക്കാർ വരുന്നതും ഇൻവെസ്റ്റ് ചെയ്ത്. ഇപ്പം ഒരു ഹാംസ്റ്ററിനെ കുറിച്ച് ഏതെങ്കിലും ഒരാൾ വീട്ടിട്ട് നല്ല രീതിയിൽ യൂസ് കിട്ടുന്ന സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഇല്ല, അത് വേറെ കാര്യം. അപ്പം അങ്ങനെയൊക്കെ മീൻസ് അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് കാറ്റഗറിയിലേക്കാണ് ആൾക്കാർ കൂടുതലും ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. മാത്രമല്ല പണ്ടത്തെ പോലെ അല്ല മാർക്കറ്റ്. കാരണം മുൻപ് അത്ര ആൾക്കാരാണെന്നല്ല, ഇപ്പം ഒരുപാട് പേര് ഇതിനൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഫണ്ട് പൈസ തന്നെയുള്ള ഇതൊരു വിറ്റ് കഴിഞ്ഞാലും കിട്ടുന്നത്. അത്രത്തോളം പൈസ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം, അപ്പോൾ ഈ ലോകത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ അങ്ങനെ എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ നിങ്ങൾ അങ്ങനത്തെ ഒരു പാരലൽ വേൾഡ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ആർക്കും ബുദ്ധിമുട്ടില്ല, ദാരിദ്ര്യമില്ല, എല്ലാവരുടെ കയ്യിലും പൈസ. സോ അങ്ങനെ വരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എനിക്കറിയില്ല. ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അനാലിസിസ് എടുത്ത് ചെയ്യാൻ തോന്നി. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് വോളിയം. അതിൻ്റെ ഒരു അനാലിസിസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ BTCയുടെ ട്രേഡിംഗ് വോളിയം നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള ചാർട്ടിൻ്റെ അതാണ്. BTC ട്രേഡിംഗ് വോളിയം നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇവിടെയൊക്കെ പമ്പായിട്ട് ഇപ്പോൾ 2014 അപ്പോൾ നമ്മൾ ഈ 2024 നോക്കുകയാണെങ്കിൽ വളരെ കുറവ്. കോയിൻ ബേസിൻ്റെ ബേസും ഓരോതൊക്കെയാണ്
വളരെ കുറവായിട്ടുള്ളൊരു BTC ട്രേഡിംഗ് പോലെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. മൊത്തത്തിൽ കണ്ടില്ലേ, ഈ ഒരു കോയിൻ ബേസിലാണ് കൂടുതൽ വരുന്നത്, എന്നാൽ കൂടി ഈ ഒരു ഭയങ്കര ലെസ് ആയിട്ടുള്ളൊരു BTCയിലുള്ള ട്രേഡിംഗ് ആണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അത് ഒരു കൈൻഡ് ഓഫ് നമുക്ക് ഡിലേ ആക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ ഒരു ബിറ്റ് കോയിൻ്റെ വോളിയം കുറവാണെന്നുള്ളത് കൊണ്ട് എന്താ വെച്ചാൽ ആൾക്കാർ BTCയിൽ ട്രേഡ് ചെയ്യുന്ന കുറവാണ്, റീറ്റെയിലേഴ്സ് BTCയിൽ ട്രേഡ് ചെയ്യുന്നത് കുറവാണ്. സോ ആൾക്കാർ റീറ്റെയിലേഴ്സ് ട്രേഡ് ചെയ്താലല്ലേ ഇവർ സ്റ്റോക്ക് ഫണ്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ വരുള്ളൂ. പക്ഷേ ഇപ്പോഴും ആൾക്കാർ ഈ BTCയിലേക്കോ അല്ലെങ്കിൽ അതുപോലുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ടോക്കൺസിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിലേ ആവും എന്ന് പറയുന്നുണ്ട് ബുൾ സൈക്കിൾ. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ അൺലോക്സ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഈ ഒരു വെബ്സൈറ്റ് ഞാൻ മുൻപും പറഞ്ഞിട്ടായിരുന്നു ഏതൊരു വീഡിയോയിൽ. ടോക്കൺ അൺലോക്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ്. നമുക്കറിയാം ഓരോ ദിവസവും കുറേ ടോക്കൺസ് ഇപ്പം വെസ്റ്റിംഗ് സ്കെഡ്യൂളൊക്കെ ഉണ്ടാവും, ഒരുപാട് ടോക്കൺസ് അൺലോക്ക് ആവുന്നുണ്ട്. സോ വലിയ വലിയ ടോക്കൺസ് എല്ലാം അൺലോക്ക് ആവുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം സപ്ലൈ മാർക്കറ്റിലേക്ക് വരിക എന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് സാധനമേ ഉള്ളൂ, 10 ടോക്കണേ നിങ്ങളുടെ കയ്യിൽ മാർക്കറ്റിൽ ഉള്ളൂന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരു 100 ടോക്കൺ കൂടി വരുമ്പോൾ അവിടെ നമുക്ക് ഇഷ്ടക്കണക്കിന് ടോക്കൺ കിട്ടുമ്പോൾ അതിന് പ്രൈസ് കുറയും. സോ ഒരുപാട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 7 ദിവസം തന്നെ 50 മില്യൺ പ്ലസ് ടോക്കണാണ് നടക്കാൻ പോണത്. അൺലോക്ക് 7 ദിവസത്തിൽ ഏകദേശം 110 മില്യണോളം വർത്ത് ഓഫ് വാല്യൂ ഉള്ള ടോക്കൺസ് ആണ് അൺലോക്ക് ആകാൻ പോകുന്നത്. സോ ഇത് ഭയങ്കരമായിട്ട് മീൻസ് മാർക്കറ്റിൽ സർക്കുലേഷൻ ഇൻക്ലൂഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രൈസിന്റെ ഡിമാൻഡ് കുറയ്ക്കാനും സാധ്യതകളാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ഇതും ഒരു കാരണം തന്നെയാണ് എന്ന് പറയുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ മാർക്കറ്റിംഗ് SEO സ്ട്രാറ്റജീസ് ഒക്കെ പറയുന്നത്, അതൊക്കെ അതിലേക്ക് വർക്കുന്നവരറിയാം. നമ്മൾ ട്രെൻഡ് നോക്കും, ക്രിപ്റ്റോന്റെ ട്രെൻഡ്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഹാംസ്റ്റർ എന്നുള്ളൊരു ട്രെൻഡാണ്. ഇപ്പോൾ ക്രിപ്റ്റോ എന്താണെന്ന് അറിയാത്തവർ പോലും ഇതിനേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ സംഭവം എന്ന് ചോദിച്ചു വരുന്നത്, അതൊരു ട്രെൻഡാണ്. അതുപോലെ BTCക്ക് ഒരു ട്രെൻഡ് ഉണ്ടാവും, ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ എന്നുള്ള രീതിയിലൊരു ട്രെൻഡ് ഉണ്ടാവും. സോ ആ ട്രെൻഡ് പൊതുവേ ഗൂഗിൾ ട്രെൻഡ്സ് അനുസരിച്ച് വളരെ കുറവാണ്, 2021 കുറവാണെന്ന് പറയുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് മെല്ലെ പച്ച പിടിച്ച് മേലേക്ക് കയറി വരുമ്പോഴേക്കും ബുൾ സൈക്കിൾ സ്റ്റാർട്ട് ആവുന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനിയിപ്പം ട്രെൻഡ് ഫോളോ ചെയ്യുകയാണ് വെച്ചാൽ, നമ്മളിത് പറഞ്ഞത് ഓക്കെ ഇത് പോയി, ഇനിയിപ്പോൾ ഇതല്ല നമ്മൾ പറഞ്ഞ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു, ഇനി ട്രെൻഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇപ്പം നമുക്ക് BTC മാത്രം ഒരു 40-30 ഇപ്പം ഹോൾ ടൈം ഹൈയിൽ നിന്ന് 30% 40% ഒന്നും കറക്ഷൻ ഇപ്പം കണ്ടിട്ടില്ല. 70,000 73,000 നിന്നും ആ രീതിക്ക് ഒരു കറക്ഷൻ വന്നിട്ടില്ല. സോ ആ ഒരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്തേക്കാം. മീൻസ് ആ ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് സൈക്കിൾ സ്റ്റാർട്ട് ആവുന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 2 ചാർട്ട് ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ BTCയുടെ ഒരു ഡൊമിനൻസ് ആണ്, BTCയുടെ ഒരു മൂവ്മെന്റ് ആണ് കാണിച്ചേക്കുന്നത്. ഇതിപ്പോൾ മൊത്തത്തിലുള്ളതാണ്, ഇത് വീക്ക്ലി ടൈം ഫ്രെയിം ആണ് വെച്ചേക്കുന്നത്. ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിം വെക്കുകയാണെങ്കിൽ ഇവിടെ നല്ല രീതിയിലൊരു സൈക്കിൾ, നമുക്ക് ഇവിടെ നല്ല രീതിയിലൊരു റാലി BTCയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതേ സംഭവം BTC എത്തീരിയം അല്ലാത്ത ടോക്കൺ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇതേ സംഭവം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു റാലി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഇതെന്താ വെച്ചാൽ ഓൾട്ട് കോയിൻ്റെ റാലിയാണ്. സോ ഇത് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞ വെച്ചാൽ ഇതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പം ഈ ഒരു കാര്യം, ഈ പറഞ്ഞ ഗൂഗിൾ ട്രെൻഡ്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ BTCയുടെ എന്തുകൊണ്ടാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, BTC 30-40% കറക്ഷൻ കാണിച്ചിട്ടില്ല എന്നൊന്ന് പറഞ്ഞു. പിന്നെ 2016 2020 ഈ 2014 ഒരു ഹാവിങ്, പിന്നെ 2020 ഒരു ഹാവിങ് ആയിരുന്നു. സോ ഇതിനിടയിലുണ്ടാക്കിയ ഹൈയും ലോയും തമ്മിൽ ഏകദേശം 300 ദിവസത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് 300 ദിവസം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് 300 ദിവസം കഴിഞ്ഞിട്ടാണ് ലോ ക്രിയേറ്റ് ചെയ്തത്. സോ അതുപോലെ തന്നെ 2020-24 എന്ന് പറയുമ്പോൾ കറക്റ്റ് അല്ല കേട്ടോ, ഏകദേശം അതുപോലെ ഒരു 300 ദിവസത്തോളം ഹൈയിൽ നിന്നും താഴത്തേക്ക് ലോ വന്നു, എന്നിട്ടാണ് വീണ്ടും ഒരു ഹൈ തന്നേക്കണത്. സോ ആ ഒരു ഇതും 300+ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 2024 കഴിഞ്ഞ ഹാവിങ്ങിന് ശേഷം നമുക്ക് March 14 എങ്ങാണ്ടോ തോന്നുന്നു 70,000 73,000 വന്നത്. ആ ഒരു 300 ഡേയ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏർലി 2025 ആ റേഞ്ചൊക്കെ ആകുമ്പോഴായിരിക്കും, ജാനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴായിരിക്കാം ഒരു ലോ, അത് അപ്പോഴേ നമുക്ക് ചിലപ്പോൾ ലോ കിട്ടുന്നുണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പറഞ്ഞല്ലോ, ഇത് എൻ്റെ ഒരു മൊത്തത്തിലുള്ള ഹിസ്റ്ററി, നമ്മുടെ പഴയ പോലെ ട്രെൻഡ് ഫോളോ ചെയ്യുകയാണെങ്കിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സോ ഹോപ്പ്ഫുള്ളി അത് ആവില്ല എന്ന് പ്രതീക്ഷിക്കാം. ബട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചും ഒരു റാലി മാക്സിമം നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഇങ്ങനെയൊക്കെയാണ് മൊത്തത്തിലൊരു അനാലിസിസ് ആണ്. പിന്നെ ഇവിടെ ഞാൻ ഈ കാണിച്ച ചാർട്ടിൻ്റെത് എന്താ വെച്ചാൽ, ഇതിലിപ്പം ഈ സംഭവം ഇനി ഉണ്ടാവില്ലേ, കാരണം ക്രിപ്റ്റോ ഇപ്പം ഈ ആൾട്ട് കോയിൻ ഇപ്പോൾ വരില്ല എന്നാണെങ്കിൽ എന്താ ചെയ്യുക, ഇപ്പോൾ വെറുതെ ആണോ, ബിറ്റ് കോയിനിൽ മാത്രം മതിയോ എന്നുള്ള രീതിയിൽ ചോദ്യമാണെന്നുണ്ടെങ്കിലാണ് അതിനുള്ള എക്സാമ്പിളാണ് ഇത്. കാരണം ഈ ഒരു ഹാവിങ്ങിന് ശേഷം BTC എന്ന് പറയുന്ന ഇത്രയും രീതിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓൾട്ട് കോയിൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ചെറിയ രീതിയിലൊരു മൂവ്മെൻറ്റേ തന്നിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓൾട്ട് കോയിൻസിലേക്കാണ് ഇവിടെ കാണിക്കാം. BTC 10% ഓൾ ടൈം ഹൈയിൽ നിന്നും 10% താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾട്ട് എന്ന് പറയുന്നത് ഓൾട്ട് കോയിൻസ്, മറ്റുള്ള ടോക്കൺസ് എല്ലാം അത് ക്രിയേറ്റ് ചെയ്ത ഓൾ ടൈം ഹൈയിൽ നിന്നും 80% താഴെയാണ്. സോ ഇപ്പോഴും ഒരു ഓൾട്ട് കോയിനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 80% റിട്ടേൺസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്, ഇഫ് ഇറ്റ് റീച്ചസ് ടു ദ ഓൾ ടൈം ഹൈ. സോ അതിപ്പം ഏതെന്നല്ല, ഒരു മൊത്തത്തിൽ ജനറിക് ആയിട്ട് പറയാണ്. പിന്നെ ഓൾസോ ഫ്രം ദ BTC 400%, ഓൾറെഡി ലോയിൽ നിന്നും 400% മേലേക്ക് BTC പോയിട്ടുണ്ട്. ഓൾ ടൈം ഈ ക്രിയേറ്റ് ചെയ്ത ലോയിൽ നിന്നും 400% പോയിട്ടുണ്ടെങ്കിൽ ഓൾട്ട് കോയിൻ വെറും 180% മാത്രമേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ യു സ്റ്റിൽ ഹാവ് ഹോപ്പ്. നമ്മളിപ്പോഴും ഏർലി തന്നെയാണ്, വളരെ മുൻപിൽ തന്നെയാണ്, സ്റ്റാർട്ട് ആവുന്നേക്കാളും നിങ്ങൾക്ക് ഇപ്പോഴും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഹോൾഡ് ചെയ്യാം.
സോ ഈ ഒരു റാലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ, ഓൾട്ട് കോയിൻസിൻ്റെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 50-60% റിട്ടേൺസ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും തന്നെയാണ് വിശ്വസിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു അനാലിസിസ്, ഇതിപ്പം നമ്മൾ നാളെ ബുൾ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിക്ക് എതിരായിട്ടുള്ളൊരു എതിരായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇടണം എന്ന് വിചാരിച്ചില്ല, പക്ഷേ അതും നമ്മൾ പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. സോ ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.